ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, അതും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ളത്. ബസ് റൂട്ടാണ് ഞാൻ 150 മീറ്റർ ഉദ്ദേശിച്ചത്. വളരെ അടുത്തായിട്ടാണ്, ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ആരും ഒന്ന് കണ്ടാൽ പെട്ടെന്ന് നോക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പുറത്ത് കാണുന്നതിനേക്കാളും ഭംഗിയാണ് അകത്ത് കാണാനായിട്ട്. കംപ്ലീറ്റ് ആയിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെടുന്ന ഒരു വീട് തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും. കളമശ്ശേരി മെഡിക്കൽ കോളേജ് നമുക്ക് വളരെ അടുത്താണ്. 4.6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. HMT ജംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ 7.9 കിലോമീറ്റർ ആണ് HMT ജംഗ്ഷനിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഭാഗത്തേക്ക് പോയി വരണമെങ്കിലും ഈസിയാണ്. ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ 12 കിലോമീറ്ററും. എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. വെറും 15 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ടാർ റോഡാണ് ഫ്രണ്ടേജ് ആയിട്ട് വീട് വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലും കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ഗേറ്റുകൾ കിട്ടുന്നുണ്ട്. ചെറിയൊരു ഗേറ്റ് നടന്നു കയറാനായിട്ടും വാഹനങ്ങൾക്കായിട്ട് വലിയൊരു ഗേറ്റും കിട്ടുന്നുണ്ട്. ചെറിയ ഗേറ്റിന്റെയും വലിയ ഗേറ്റിന്റെയും 2 സൈഡിലായിട്ട് മതിലിൽ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് ഷോ ലാമ്പും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രേ കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വീടിന് ഏറ്റവും അധികം ഭംഗി കൊടുക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വീടിന് പുറത്തും അകത്തും ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് വാസ്തുപരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോഴുള്ള ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നമ്മൾ കാർ പോർച്ചിലേക്ക് കയറുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ലോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് വീടിരിക്കുന്നത്. ഇവിടെ വെള്ളം കെട്ടുന്ന യാതൊരു പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നതല്ല. കാർ പോർച്ചിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി അതിനിടയിൽ ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടെയാണ് പെയിന്റിംഗ് ഉള്ളത്. നേരെ നമ്മൾ കടന്നു വരുന്നത് ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കാറ് നനയാതെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. റൂഫ് നല്ല നീളത്തിൽ തന്നെ റോഡ് വരെ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റൊരു ചെറിയ കാർ കൂടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഈ ഒരു കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ആ ഒരു മെറ്റൽ ചിപ്പുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. ചെടിയൊക്കെ നടാനായിട്ട് ആ ഏരിയ യൂസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ഭാഗത്തും അതുപോലെ നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് KW വാട്ടറിന്റെ മീറ്റർ വരുന്നത്. നമുക്കിവിടെ വെള്ളത്തിന് നോക്കുവാണെങ്കിൽ KWയുടെ കണക്ഷനുമുണ്ട്, കിണറും വരുന്നുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ കാണാം നല്ല സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന് ഒരു സെപ്പറേറ്റ് ഒരു ഭാഗത്തേക്ക് മാറിയിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. വാസ്തുപരമായിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. നമുക്ക് അതുകൊണ്ട് ഇവിടെ കിണറും ഉണ്ട്, KWയുടെ വാട്ടറും ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് ഏരിയയുടെ ഡോറാണ്. അത് കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിററും കിട്ടുന്നുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് നമുക്ക് കിട്ടുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ 2 കിച്ചൺ വരുന്നുണ്ട്. ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും കിട്ടുന്നുണ്ട്. നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ്, ബാൽക്കണി, എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് മുകളിലൊക്കെ നോക്കിക്കോളൂ, ചെറിയ LED ലൈറ്റുകൾ വരുന്നുണ്ട്. പില്ലർ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഞാൻ ഈ നിൽക്കുന്ന ഏരിയയിൽ ഇതിന് തൊട്ട് മുകളിലെ റൂഫിൽ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് ഡിസൈനുകളൊക്കെ ഇട്ടിട്ട് അതിനിടയിലൊക്കെ ചെറിയ
LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മരത്തിന്റെ വുഡൻ വർക്ക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള അകത്തുള്ള ഡോറുകളൊക്കെ നോക്കുകയാണെങ്കിൽ മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. തേക്കില് ഒറ്റപ്പാടിൽ തീർത്തിരിക്കുന്ന ഒരു ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം നോക്കുകയാണെങ്കിൽ നോർത്ത് ഫേസിംഗ് ആണ്. വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. സാധാരണ കാണുന്ന വീടുകളെ അപേക്ഷിച്ച് എടുത്തു പറയേണ്ടത് വളരെ വലിയ ലിവിംഗും ഡൈനിങ് സ്പേസുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, വളരെ നീളത്തിലും വീതിയിലുമാണ്. 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെയാണ് മെയിൻ ഡോർ കണ്ടത്. അതിനടുത്തായിട്ട് ഫ്രഞ്ച് മോഡൽ 3 വിൻഡോസ് ഉണ്ട്. ബാക്കിയുള്ള 4 വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്, അതിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടി വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡോർ തുറന്നാൽ സ്ട്രെയിറ്റ് കാണുന്ന വോളിൽ കംപ്ലീറ്റ് ആയിട്ട് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. ഭംഗിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ള ആ ഒരു തീമാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഒരു കോമ്പിനേഷനിലാണ് പെയിന്റിങ്സും എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. മെയിൻ TV വെക്കാനുള്ള ബോർഡും ബ്ലാക്ക് കളറാണ്. സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ നിറയെ കബോർഡുകളായിട്ട് ഡോറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം വർക്കുകളൊക്കെ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. എൻട്രൻസ് നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് GA പൈപ്പ് കൊണ്ടുള്ള പാർട്ടീഷൻ ഒക്കെ കൊടുത്ത് അതും ബ്ലാക്ക് കളർ തന്നെയാണ്. വലിയൊരു എൻട്രൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. 15 അടി നീളവും 9 അടി വീതിയിലുമാണ് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 പേരെ 10ൽ കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് പോലും ഇവൻ നല്ല ഭംഗിയായിട്ട് ആ ഒരു അയണിൽ ചെയ്തിട്ട് ബ്ലാക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കിയാലും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെപ്സിന്റെ ഒക്കെ താഴെ വരുന്ന ഭാഗങ്ങളെല്ലാം കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ വലിയൊരു ഡോർ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഇവിടെയായിട്ടാണ്. ജാഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ വരുന്നത്. 2 തട്ടുകളായിട്ടൊക്കെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ് വരുന്നത്. ഏറ്റവും താഴെ വരുന്ന ഭാഗത്താണെങ്കിൽ ചെറിയൊരു ഔട്ട്ലൈൻ പോലെ ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ചെറിയ പെബിൾസ്, വൈറ്റ് കളർ പെബിൾസ് ഇട്ടിട്ട് അതിനിടയിലൂടെയൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പോർഷനിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും LED സ്ട്രിപ്പുകളും LED ലാമ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്ത് റൂഫ് ഡബിൾ ഹൈറ്റഡ് ആണ്. അവിടെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ചെറിയ LED ബൾബുകളും കിട്ടുന്നുണ്ട്. കയറി പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നേരെ നോക്കിയാൽ കാണാം 3 വിൻഡോസും ആണ് അവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ്. നല്ല ഭംഗിയുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഹാഫ് പോർഷനോളം ഗ്ലാസ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ കുറച്ചൊരു ചേഞ്ച് വരുന്നുണ്ട്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിന് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിന്റെ ഉള്ള ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ്. മുകളിൽ 2 ലെയർ വരുന്നുണ്ട്. താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ ഭംഗിയായിട്ടൊരു ഗ്ലാസിന്റെ ഒരു ഇതുകൂടി നമുക്കൊരു കബോർഡ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഒരു ഏരിയ കാണാനായിട്ട്. ഇവിടെയായിട്ട് 4 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. ചെറിയ LED ബൾബുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന് അടുത്തായിട്ട് നമുക്ക് വർക്ക് ഏരിയ ആണ് എങ്കിൽ പോലും നല്ല സേഫ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നമുക്കൊരു സെക്കൻഡ് കിച്ചൺ ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതുപോലെ സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിറയെ ഇവിടെ എല്ലാം ക്യാബിനറ്റ്സ് ആണ് വരുന്നത്. ആ ഒരു ബീജ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസും ആ സിങ്ക് വെക്കുന്ന ഭാഗത്ത് വേറെ 2 വിൻഡോസും വരുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് ആ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഇതുപോലെ മുകളിൽ
കിച്ചൺ ക്യാബിനറ്റ്സ് താഴെയും മുകളിലും കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ചെറിയൊരു കൗണ്ടർ ടോപ്പ് പോർഷൻ പോലെ വരുന്നുണ്ട്. ഇവിടെയാണ് ഡോർ വെച്ചിരിക്കുന്നത്. നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഇവിടെ കിച്ചൺ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് നമുക്കൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും അതുപോലെ തന്നെ മഹാഗണിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. എല്ലായിടത്തും തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കി 2 വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇവിടെയായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. വലിയൊരു മിറർ ഒക്കെ വെച്ചിട്ട് ഡ്രോ ഒക്കെ കൊടുത്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ഈ റൂമില് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല ബ്ലാക്ക് കളറിലാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ട് മുകളിലും താഴെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫില് പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിലെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ്, ഗ്ലോസി ബ്രൗൺ ആണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ വൈറ്റ് കളർ ടൈലും കൂടെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ബാത്റൂം ആയിട്ടാണ് എങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ കണ്ടു. ഇവിടെ നിന്ന് നേരെ ഫേസ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂമാണ്. 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെയാണ്. മുകളിലും താഴെയും നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റഡി ടേബിൾ കിട്ടുന്നുണ്ട്. അതിന്റെ മുകളിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ ബാക്കിയുള്ള 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് വേറൊരു സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. താഴെയും ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വളരെ ആവശ്യത്തിന് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജഗ്വാറിനെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ബാത്റൂമിനകത്ത് പോലും അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വോളിലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്ലോസി ടൈലും ഫ്ലോറിലൊക്കെ വന്നിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് 2 ഷോ ലൈറ്റുകളും മുകളിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു വലിയ ഹാളിലേക്കാണ് ആദ്യം തന്നെ എൻട്രി ചെയ്ത് വന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. ടി വി ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേറൊരു ഭാഗത്താണ് ടി വി യൂണിറ്റ്. ബാക്കി നമുക്ക് ഇവിടെ നല്ലൊരു ഏരിയ വൈഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്പേസും ക്യാമറയും നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾ മുകളിലുള്ള വർക്കുകൾ ഒന്ന് നോക്കിക്കോളൂ. ഹാളിന്റെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ, ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വാരി വലിച്ചുള്ള വർക്കുകളൊന്നും ചെയ്യാതെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമാണ് വർക്കുകളും അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ഒന്നാമത്തെ ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 9.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു സൈഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് സൈഡ് ടേബിൾ ഫെസിലിറ്റി ഡ്രോവോട് കൊടുത്തിട്ടുണ്ട്. മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ഷെൽഫ് ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ LED ബൾബുകൾ മാത്രമാണ് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ തീമിലാണ് ഈ ഒരു ബാത്റൂമിനകത്തെ വോൾട്ടേജുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ജഗ്വാറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വലിയൊരു ഏരിയ തന്നെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് കണക്ഷൻസും ഇലക്ട്രിക് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഹാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. ആ ഭാഗത്താണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ ബാക്കിയുള്ള 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് കളറിലാണ്.
അതിന് നമുക്ക് സൈഡ് ടേബിളും മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷെൽഫ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് വലിയൊരു മിററും ഡ്രോ ഫെസിലിറ്റിയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്ന സ്പേസുകളുടെ ഇടയിലെല്ലാം തന്നെ ചെറിയ LED സ്ട്രിപ്പുകളും അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമിനകത്ത് നമുക്ക് സൗകര്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടാണ് വോൾ ടൈലുകൾ വരുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ് ടൈല് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് മുകളിലത്തെ നിലയിൽ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിലും താഴെ പോലെ തന്നെ ഭംഗിയായിട്ടാണ് ആ ഒരു വോളിലെ ഡിസൈനുകൾ ചെയ്തിരിക്കുന്നത്. രണ്ട് ചെറിയ സ്റ്റാൻഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് 2 ഫ്രഞ്ച് മോഡൽ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള റൂഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതാണ് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ചെറിയ രീതിക്കുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ വീട്ടിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് ബാൽക്കണി നോക്കുവാണെങ്കിൽ അതിന്റെ ഹാൻഡ് റൈൽസ് എല്ലാം വന്നിട്ട് കുറച്ച് പോർഷൻ നമുക്ക് കോൺക്രീറ്റ് തന്നെയാണ്, ബാക്കി വന്നിട്ട് അയണിന്റെ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് അതിനകത്തെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് നമുക്ക് GA പൈപ്പിന് നല്ലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് റോഡാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു വീട് വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ വെറും 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും ആണ് വരുന്നത്. കളമശ്ശേരിയിലേക്ക് ഈസി ആക്സസ് ആണ്. ഇടപ്പള്ളി, ആലുവ എല്ലാ ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. 150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്താം. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വീട് പെട്ടെന്ന് കാണാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു വീട്ടിൽ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ലാൻഡ് വന്നിട്ട് 4.5 സെന്റ് ആണ്. സ്ക്വയർ ഫീറ്റ് 1900 ആണ്. 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കിച്ചൺ കൂടാതെ രണ്ടാമതൊരു കിച്ചൺ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്, ബാൽക്കണി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കിണർ വെള്ളമുണ്ട്. ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. 1.15 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങളിത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീട് ലോൺ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിലും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. റോഡ് ഫേസ് ആയിട്ട് കിട്ടുന്ന വീടുകൾക്ക് ഈ ബഡ്ജറ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒട്ടും ഡിലേ വെക്കരുത്. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.